എല്ലാവർക്കും നമസ്കാരം. കെമിസ്ട്രി ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം തൊട്ട് നമുക്ക് നോക്കാം. റൂദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം ആണ് അടുത്ത ഭാഗം എന്ന് പറയുന്നത്. അതായത് റൂദർഫോർഡ് എന്താ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നേ? പ്രോട്ടോൺസ്, പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്, ഒരു ആറ്റത്തിലെ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള പ്രോട്ടോൺസ് കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആയിരുന്നു. ഇദ്ദേഹം പിന്നീട് കണ്ടെത്തി ആറ്റത്തിന്റെ എങ്ങനെയാണ് ഒരു ആറ്റം ഇരിക്കുക, ആ ഒരു ആറ്റത്തിന്റെ സെന്ററിനെ ന്യൂക്ലിയസ് എന്നാണ് പറയുക എന്നും റൂദർഫോർഡ് വാദിച്ചു. അപ്പൊ ഈ ന്യൂക്ലിയസ് എന്ന് പറയുന്ന സെന്ററില് ന്യൂട്രോണും പ്രോട്ടോൺസും ഉണ്ടായിരിക്കും. അതായിരിക്കും ആ ആറ്റത്തിന്റെ മാസ്. അതായത് ആ ഒരു ആറ്റത്തിന്റെ മാസ് എത്രയാണോ അത് കംപ്ലീറ്റ് ആയിട്ടും എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ സെന്ററിലാണ്. ഇലക്ട്രോൺസിന് വെയിറ്റ് വളരെ കുറവാണ്, മാസ് വളരെ കുറവാണ്, ഇലക്ട്രോൺസ് ചുറ്റും ആയിരിക്കും. അതായത് അദ്ദേഹം ഈ ആറ്റത്തിന്റെ ആ സ്ട്രക്ചറിനെ നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ എങ്ങനെയാണോ സൺ സെന്ററിലായിട്ട് ഈ നമ്മുടെ ഗ്രഹങ്ങൾ പ്ലാനറ്റ്സ് സണ്ണിനെ ചുറ്റി കറങ്ങുന്നത്, അതുപോലെയാണ് ന്യൂക്ലിയസ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മാതൃകേനെ, അദ്ദേഹത്തിന്റെ ഈ മോഡലിനെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്നാണ് പറയുന്നത്. ഈ സൗരയൂഥം, ഈ സോളാർ സിസ്റ്റം പോലെ ആയതുകൊണ്ട്. അപ്പോ അദ്ദേഹം പറഞ്ഞത് ഇപ്പൊ മനസ്സിലായില്ലേ എന്തൊക്കെയാണെന്ന്? സോളാർ സിസ്റ്റം ഹാസ് എ സെന്റർ. സോളാർ സിസ്റ്റത്തിന് ഒരു സെന്റർ ഉണ്ട് ഇല്ലേ? ആ സെന്ററിൽ ആരാ? സൺ. എന്ന പോലെ തന്നെ ആറ്റത്തിനും ഓൾസോ ഹാസ് എ സെന്റർ. സൺ ഈസ് എ സെന്റർ. സോളാർ സിസ്റ്റത്തിൽ സൺ ആണ് സെന്റർ എങ്കിൽ ആറ്റത്തിൽ ന്യൂക്ലിയസ് ഈസ് എ സെന്റർ. പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് സൺ ഇൻ ഓർബിറ്റ്സ്. ഒരു ഇമാജിനറി പാത്തിലൂടെ, ഓർബിറ്റ് എന്ന് വിളിക്കുന്ന ഒരു ഇമാജിനറി പാത്തിലൂടെ പ്ലാനറ്റ്സ് സണ്ണിനെ ചുറ്റി സഞ്ചരിക്കുകയാണ് സൗരയൂഥത്തിൽ, സോളാർ സിസ്റ്റത്തിൽ. അതേപോലെ തന്നെ റൂദർഫോർഡ് പറയണതാണ് കേട്ടോ. അതേപോലെ തന്നെ ആറ്റത്തിൽ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ന്യൂക്ലിയസ് ഇൻ ഷെൽസ്. ഷെൽ എന്ന് വിളിക്കുന്ന ഈ ഒരു ഇമാജിനറി പാത്തിലൂടെ ഈ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിനെ ചുറ്റി സഞ്ചരിക്കുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ ഈ അറ്റോമിക് മോഡൽ ജനറലി എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു. എങ്കിലും ചില സംശയങ്ങൾ ആളുകളിൽ ഉയർന്നു വന്നു. നമ്മൾ പഠിച്ചു ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന്. കാരണം ഒരു ആറ്റത്തിൽ പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസ് അല്ല, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആർ ഈക്വൽ. പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും എണ്ണം, ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവും പ്രോട്ടോൺസിന്റെ പോസിറ്റീവ് ചാർജുമാണ്. അപ്പൊ ഈ രണ്ട് ചാർജുകളും ഓപ്പോസിറ്റ് ചാർജസ് ആണ്. അതിന്റെ ഒപ്പം ഇതിന്റെ എണ്ണം ഈക്വലും ആയതുകൊണ്ട് ഈ രണ്ട് ചാർജുകൾ പരസ്പരം ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഒരു ആറ്റം എടുത്താൽ അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിരിക്കും, ഒരു ചാർജും ഉണ്ടായിരിക്കില്ല. റൂദർഫോർഡിന്റെ മോഡൽ പ്രകാരമാണെങ്കിൽ, അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയപ്രകാരമാണെങ്കിൽ ഇലക്ട്രോൺസ് കറങ്ങി ഇലക്ട്രോൺസിന്റെ ചാർജ് നഷ്ടപ്പെട്ട് അത് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിൽ വന്ന് പതിക്കും, ന്യൂക്ലിയസിൽ വന്ന് വീഴണം. ന്യൂക്ലിയസിന്റെ ആകർഷണത്തില് ന്യൂക്ലിയസിൽ വന്ന് വീഴേണ്ടതാണ്. പക്ഷെ അങ്ങനെ വന്ന് വീഴുന്നില്ല. ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പല ചോദ്യങ്ങൾക്കും, ശാസ്ത്രലോകത്തിന്റെ പല ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ റൂദർഫോർഡിന് കഴിഞ്ഞില്ല. എന്നാൽ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത് കറക്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബോൾസ് മോഡൽ ഓഫ് ആറ്റം. നീൽ ബോർ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ വേറൊരു ആശയം മുന്നോട്ട് വെച്ചു. റൂദർഫോർഡിന്റെ ആശയത്തിനോട് ചേർന്ന് നിൽക്കുന്ന തന്നെയായിരുന്നു. പക്ഷെ റൂദർഫോർഡിന്റെ മോഡലിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. ചില കാര്യങ്ങൾക്ക് ഉത്തരം പറയാൻ, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പൊ ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം കണ്ടെത്തിക്കൊണ്ട് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു ആശയമാണ്, ഒരു മോഡൽ ഓഫ് ആറ്റമാണ് നീൽ ബോർ എന്ന സയന്റിസ്റ്റ് മുന്നോട്ട് വെച്ചത്. അദ്ദേഹം റൂദർഫോർഡ് മോഡലിന് ഒരു ബെറ്റർ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതായിരുന്നു. ഈ മോഡലിനെ ബോൾസ് മോഡൽ എന്നാണ് പറയാ. റൂദർഫോർഡിന്റെ മോഡലിനെ എന്ത് പറയാം? പ്ലാനറ്ററി മോഡൽ എന്നാ പറയാ. കാരണം സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങുന്ന ആ ഒരു മാതൃകയുമായിട്ട് ഉപമിച്ചുകൊണ്ട്, സാമ്യപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അതുകൊണ്ട് അതിനെ പ്ലാനറ്ററി മോഡൽ എന്ന് പറയും. നീൽ ബോറിന്റെ എന്ത് പറയും? ബോൾസ് മോഡൽ എന്നാ പറയാം. അപ്പൊ അദ്ദേഹത്തിന്റെ
according to him, the revolving paths traced by electrons, ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പാത്ത് ഉണ്ടല്ലോ, വട്ടത്തില് ഈ ന്യൂക്ലിയസിന്റെ ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഇമാജിനറി പാത്തിനെ ഓർബിറ്റ്സ് എന്നാണ് പറയാ, ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ്സ് എന്ന് പറയും. മെയിൻ ഐഡിയാസ് ഓഫ് ദി ബോർസ് മോഡൽ. ബോർസ് മോഡലിന്റെ മെയിൻ ഐഡിയാസ് എന്തൊക്കെയായിരുന്നു? ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ ഫിക്സ്ഡ് പാത്ത് കോൾഡ് ഓർബിറ്റ്സ് ഓർ ഷെൽസ്. നമ്മളിപ്പോ പറഞ്ഞ തന്നെ ഓർബിറ്റ്സ് എന്ന് പറയും. പിന്നെ ഓരോ ഷെല്ലിലുമുള്ള ഇലക്ട്രോൺസിന് ഡെഫിനിറ്റ് എനർജി ഉണ്ടായിരിക്കും. ഈ എനർജി കൂടുകയുമില്ല കുറയുകയുമില്ല. മനസ്സിലായില്ലേ? റൂദർഫോർഡിന്റെ മോഡലിന്റെ കുഴപ്പം എന്തായിരുന്നു? അതിന്റെ ഒരു പരിമിതി എന്തായിരുന്നു? അതിലത്തെ ഓരോ കറക്കം കഴിയും തോറും ഇലക്ട്രോൺസിന് ഊർജം, എനർജി നഷ്ടപ്പെട്ട് വരും, അദ്ദേഹത്തിന് പറഞ്ഞ മോഡൽ പ്രകാരം. പക്ഷെ നീൽസ് ബോറിന്റെ ഈ മോഡലില് സംഭവിക്കുന്നത് ഓരോ ഓർബിറ്റിലുമുള്ള ഇലക്ട്രോൺസിന് ഓരോ എനർജി ലെവൽ ഡെഫിനിറ്റ് എനർജി ലെവൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഓർബിറ്റിനെ എനർജി ലെവൽ എന്നും പറയും, അല്ലെ? യെസ്. ഹെൻസ് ഷെൽസ് ആർ ഓൾസോ കോൾഡ് എനർജി ലെവൽസ് എന്നും പറയും. As long as an electron revolve in a particular orbit, its energy remains constant. അതിന്റെ എനർജി കൂടുകയുമില്ല കുറയുകയില്ല, അതാണ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും, സ്ഥിരമായിരിക്കും. The energy of the shells increases as the distance from the nucleus increases. അപ്പോൾ ന്യൂക്ലിയസ് സെന്ററിലുണ്ട്, ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തുള്ള ഷെല്ലിലത്തെ ഇലക്ട്രോണിനെക്കാളും അതിന്റെ ഷെല്ലുകൾ ഇങ്ങനെ പോയി അകലെയുള്ള അറ്റത്തുള്ള ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന് വളരെ എനർജി കൂടുതലായിരിക്കും. ഇനി ദ ഷെൽസ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ക്യാൻ ബി നമ്പേർഡ് ഫ്രം നിയർ ദ ന്യൂക്ലിയസ് as 1 2 3 4 5 etc. or represented by the letters KLMNO. അങ്ങനെ പോകും. അതായത് ഇപ്പൊ ഒരു ന്യൂക്ലിയസ് സെന്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിൽ ആരൊക്കെയുള്ളത്? ന്യൂട്രോൺസും ഉണ്ടായിരിക്കും, പ്രോട്ടോൺസും ഉണ്ടായിരിക്കും, അല്ലെ? ഇനി ഇതിന്റെ ചുറ്റും ഷെല്ലുകളുണ്ട്. ഓരോ ഷെല്ലിലും ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ആ ഇലക്ട്രോൺസിന്റെ എണ്ണം അനുസരിച്ച് ഷെല്ലുകളുടെ എണ്ണം അങ്ങനെ കൂടി പോകും. ആദ്യത്തെ ഷെല്ലില് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ആദ്യത്തെ ഷെല്ലിന് പേര് ഇദ്ദേഹം കൊടുത്തത് കെ എന്നാണ്. ഒന്നുകിൽ നമുക്ക് 1 2 3 ഇവിടത്തെ ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തുള്ള ഷെല്ലിൽ നിന്നാണ് നമ്മൾ നമ്പർ ഇട്ട് തുടങ്ങേണ്ടത്. 1 2 3 എന്ന് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ഷെല്ല് ഏതാ? ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തുള്ള ഷെൽ. അവിടെ നിന്നാണ് നമ്പർ തുടങ്ങുക. അപ്പൊ 1 2 3 4 അങ്ങനെ പോകും. അതല്ല KLMNO അങ്ങനത്തെ ലെറ്റേഴ്സ് ആണ് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ ഇതാണ് കേട്ടോ ഉപയോഗിക്കുക. കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, അങ്ങനെ ഷെല്ലിന് നമ്മൾ KML അതാണ് പറയാം. KLMN അങ്ങനെ പോകും. അപ്പോൾ ആദ്യത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന് എനർജി കുറവായിരിക്കും. കാരണം എന്താ? അതിന് വല്ലാണ്ട് അങ്ങോട്ട് തുള്ളി കളിക്കാൻ പറ്റില്ല. എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയില്ലേ, നല്ല എനർജി നമ്മൾ പറയില്ലേ, നല്ല എനർജിയാന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് ഇലക്ട്രോണിക്സിന്റെ എനർജി. അവർക്ക് കിടന്ന് ഓടി നടക്കാനായിട്ടുള്ള ആ ഒരു കഴിവ്, ആ വല്ലാണ്ടുള്ള തുള്ളിച്ചാട്ടം ന്യൂക്ലിയസിന്റെ അടുത്തുള്ള ഇലക്ട്രോൺസിന് ഉണ്ടായിരിക്കില്ല. കാരണം ന്യൂക്ലിയസിലേക്ക് അതിന്റെ ആകർഷണം കൂടുതലായിരിക്കും. ന്യൂക്ലിയസിലാണല്ലോ മെയിൻ ആയിട്ടുള്ള മാസ്, ഈ ആറ്റത്തിന്റെ മൊത്തം മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. അപ്പൊ ന്യൂക്ലിയസിനോട് തൊട്ടടുത്തുള്ള ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസിന് ഒരു പിടുത്തുണ്ടായിരിക്കും, അവരൊന്നും പിടിച്ചു നിർത്തിയിട്ടുണ്ടോ. അപ്പൊ അതുകൊണ്ട് അവർക്ക് വല്ലാണ്ട് എനർജി ഉണ്ടായിരിക്കില്ല. അപ്പൊ ആലോചിക്കുക, പുറത്തേക്കുള്ള ഷെല്ലുകൾ, അതായത് ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകും തോറും ഉള്ള ഷെല്ലുകളിലത്തെ ഇലക്ട്രോൺസിന് എനർജി കൂടുതലായിരിക്കും. അവർക്ക് വല്ലാണ്ട് അവര് ഓടി കളിക്കും, മനസ്സിലായില്ലേ? അപ്പൊ അവർക്ക് എനർജി കൂടുതലായിരിക്കും. അപ്പൊ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന് എനർജി ഏറ്റവും കൂടുതലായിരിക്കും ഏറ്റവും ഉള്ളിലുള്ള ഇലക്ട്രോൺസിനേക്കാൾ. ഈ അടുത്തായിട്ട് പഠിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു സംഗതിയാണ്, അതായത് മാസ് നമ്പർ അതിന്റെ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എന്ന് പറയുന്ന നമ്പർ ഓഫ് പ്രോട്ടോൺസ്, പ്രോട്ടോൺസിന്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. പേജ് നമ്പർ 17 നോക്കിയൊരു ബോക്സ്. ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഈസ് കോൾഡ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ. അപ്പൊ എന്താണ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ? ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ആ ആറ്റത്തിലുള്ള പ്രോട്ടോൺസിന്റെ എണ്ണമാണ്. അപ്പൊ അറ്റോമിക് നമ്പർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ 17 ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആ ആറ്റത്തിലത്തെ ന്യൂക്ലിയസില് 17 പ്രോട്ടോൺസ് ഉണ്ടായിരിക്കും. പിന്നെ വേറെ വല്ലതും നമുക്ക് അറിയാൻ പറ്റുമോ? ഇതിന്ന് പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും എണ്ണം ഒരു ആറ്റത്തിൽ ഈക്വൽ ആയിരിക്കുന്നത് നമ്മൾ പഠിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രോട്ടോൺസിന്റെ എണ്ണം 17 ആണെങ്കിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം 17 ആയിരിക്കും.
അപ്പൊ അറ്റോമിക് നമ്പർ ഒരു ആറ്റത്തിന്റെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയാം. എന്തൊക്കെയാ? പ്രോട്ടോൺസിന്റെ എണ്ണവും മനസ്സിലായി, ഇലക്ട്രോൺസിന്റെ എണ്ണവും മനസ്സിലായി. ഇത് തന്നെയായിരിക്കണം എന്നില്ല, ന്യൂട്രോൺസിന്റെ എണ്ണം വ്യത്യാസമായിരിക്കാം. മനസ്സിലായില്ലേ? ഇനി മാസ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റോമിക് നമ്പർ ഇപ്പൊ എന്താന്ന് മനസ്സിലായില്ലേ? പ്രോട്ടോൺസിന്റെ എണ്ണം. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിലത്തെ ആകെ പാർട്ടിക്കിൾസിന്റെ എണ്ണം. അതായത് ന്യൂക്ലിയസിലെ പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണുള്ളത്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് പ്ലസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും എണ്ണം രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള ആ സമ്മിനെയാണ് മാസ് നമ്പർ എന്ന് പറയാം. ആ സെയിം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അറ്റോമിക് നമ്പർ ഈക്വൽസ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. മനസ്സിലായില്ലേ? അപ്പൊ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും അത് തന്നെയായിരിക്കും. ആ അറ്റോമിക് നമ്പർ എത്രയാണോ അത്ര തന്നെയായിരിക്കും ആ ആറ്റത്തിലുള്ള ഇലക്ട്രോൺസിന്റെയും എണ്ണം. മാസ് നമ്പർ എന്ന് പറഞ്ഞാലോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അത് മനസ്സിലായ? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ. ഇത് രണ്ടും ഈക്വൽ ആണ്. നമ്പർ ഓഫ് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇനി മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. മനസ്സിലായില്ലേ? ഇനി മാസ് നമ്പറും തന്നു, അറ്റോമിക് നമ്പറും തന്നു. ഇത് രണ്ടും തന്നാൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? അതായത് മാസ് നമ്പർ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ദ ലെറ്റർ സെഡ് ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആൽഫബറ്റിലത്തെ ഏത് ലെറ്ററാ? സെഡ്. സെഡ് എന്ന് ആണ് ഇതിനെ സാധാരണ അറ്റോമിക് നമ്പറിനെ ഡിനോട്ട് ചെയ്യാറ് കേട്ടാ. അപ്പൊ മാസ് നമ്പർ ഒരു 30, അറ്റോമിക് നമ്പർ 14. ഇത് രണ്ടും തന്നു. അറ്റോമിക് നമ്പർ 14 എന്നും മാസ് നമ്പർ 30 എന്നും തന്നു എന്ന് വിചാരിക്കും. ഇത് വെറുതെ ഞാനൊരെണ്ണം പറയണതായിട്ട് എക്സാമ്പിൾ. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടോൺസിന്റെ എണ്ണം മനസ്സിലാക്കാം, ന്യൂട്രോൺസിന്റെ എണ്ണം മനസ്സിലാക്കാം, ഇലക്ട്രോൺസിന്റെ എണ്ണവും മനസ്സിലാക്കാം. ഇല്ലേ? എങ്ങനെയാ? അറ്റോമിക് നമ്പർ കിട്ടിയപ്പോ തന്നെ നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും കിട്ടി അല്ലേ? അത് രണ്ടും അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും അല്ലെ? അപ്പൊ ഇതിൽ പ്രോട്ടോൺസിന്റെ എണ്ണം എത്രയായിരിക്കും? അറ്റോമിക് നമ്പർ 14 ആണ് എന്ന് പറഞ്ഞപ്പോ നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു കാര്യം മനസ്സിലായി. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽസ് 14 ആണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽസ്, ഇലക്ട്രോൺസ് പറഞ്ഞാലും 14 തന്നെയാണ്. കാരണം ഇത് രണ്ടിന്റെയും സെയിം ആയിരിക്കും എണ്ണം. ഇനി നമ്പർ ഓഫ് ന്യൂട്രോൺസ് അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കിവിടെ മാസ് നമ്പർ തന്നിട്ടുണ്ട്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും കൂടി കൂട്ടി കിട്ടുന്നതാണ് ഈ മാസ് നമ്പർ 30. പ്രോട്ടോൺസിന്റെ എണ്ണം 14 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? 30ൽ നിന്നും 14 മൈനസ് ചെയ്താൽ മതി അല്ലെ? അപ്പൊ എത്ര വരാ? 16. അപ്പൊ 16 ആയിരിക്കും ന്യൂട്രോൺസിന്റെ എണ്ണം. അപ്പൊ നമുക്ക് ഒരു ആറ്റത്തിന്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും കിട്ടിക്കഴിഞ്ഞാൽ ഈ 3 പാർട്ടിക്കിൾസും ആ പെർട്ടിക്കുലർ ആറ്റത്തിൽ എത്ര എണ്ണം വീതം ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈസിയാണ് അല്ലെ? മനസ്സിലായില്ലേ? ഇത് എളുപ്പല്ലേ? ഇതിന് വീണ്ടും വിശദീകരിച്ചു തരണ്ടല്ലോ. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും എണ്ണമാണ്. രണ്ടും കൂടി ആഡ് ചെയ്ത നമ്പർ അല്ലാട്ടാ, രണ്ടിന്റെയും എണ്ണം. അതായത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽസ് അറ്റോമിക് നമ്പർ.